പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ് പോകുന്നത്. ഉത്തർപ്രദേശിലെ ഗാസിയാബാദിൽ 3 സഹോദരിമാർ ജീവനൊടുക്കി. ഓൺലൈൻ ഗെയിം കളിക്കുന്നത് വിലക്കിയതാണ് കുട്ടികളെ ആത്മഹത്യയ്ക്ക് പ്രേരിപ്പിച്ചതെന്നാണ് സൂചന. 3 നില കെട്ടിടത്തിന് മുകളിൽ നിന്ന് ചാടിയാണ് കുട്ടികളുടെ മരണം. വിനോദ് ചേരും വിശദാംശങ്ങളുമായി. വിനോദ്, 3 കുട്ടികളുടെ മരണം എന്താണ് ശരിക്കും സംഭവിച്ചത്? ബ്ലൂ വെയിൽ പോലെ അപകടകരമായ ഒരു ഓൺലൈൻ ഗെയിമിൽ ഈ കുട്ടികൾ ഏർപ്പെട്ടിരുന്നുവെന്ന വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. മാത്രമല്ല, നമുക്കിപ്പോൾ കേരളത്തിലുണ്ടായ ദുഃഖകരമായ സംഭവമുണ്ട്. ഈ കൊറിയൻ യുവാവുമായി തുടർച്ചയായി സംസാരിക്കുകയും ഒടുവിൽ കൊറിയൻ യുവാവ് മരണപ്പെട്ടു എന്ന വിവരം അറിഞ്ഞതിൻ്റെ പേരിൽ പാറക്കോറയിൽ ചാടി മരിക്കുകയും ചെയ്ത പെൺകുട്ടി. ആ സംഭവത്തിന് പിന്നാലെയാണ് ഇപ്പോൾ ഗാസിയാബാദിൽ നിന്ന് ഇത്തരമൊരു വിവരം വരുന്നത്. 3 സഹോദരിമാരാണ്. 12, 14, 16 വയസ്സുള്ള കുട്ടികളാണ്. ഇവർ 9ാം നിലയിൽ നിന്ന്, അവർ താമസിച്ചിരുന്ന കെട്ടിടത്തിൻ്റെ 9ാം നിലയിൽ നിന്ന് ചാടി മരിക്കുകയായിരുന്നു. പുലർച്ചെ 2 മണിയോടുകൂടിയായിരുന്നു സംഭവം. ഗ്ലാസ് ജനാല അത് നീക്കി കസേരയിട്ട് ഒന്നിന് പിറകെ ഒന്നായി ഈ ജനാലയ്ക്ക് മുകളിലേക്ക് കയറുകയും അവിടെ നിന്ന് താഴേക്ക് ചാടുകയുമായിരുന്നു. ഇവരുടെ കൈപ്പടയിൽ എഴുതിയ ഒരു കത്ത് കണ്ടെത്തിയിട്ടുണ്ട്. അതിൽ ഈ മാതാപിതാക്കളോട് ക്ഷമാപണം നടത്തുന്ന ഒരു കത്താണ് ഇപ്പോൾ പോലീസ് കണ്ടെടുത്തിട്ടുള്ളത്. മാത്രമല്ല, ഇവരുടെ ഫോൺ കാര്യങ്ങൾ പരിശോധിക്കുമ്പോൾ ഈ കൊറിയ ബേസ്ഡ് ആയിട്ടുള്ള ഓൺലൈൻ ഗെയിമിൽ ഈ കുട്ടികൾ ഉൾപ്പെട്ടിരുന്നു. മാത്രമല്ല, ഇവർ പരസ്പരം പേര് വിളിച്ചിരുന്നത് ഇന്ത്യക്കാരാണെങ്കിൽ പോലും അടുത്തിടെയായി ഇവർ കൊറിയൻ പേരുകൾ, ഈ സഹോദരിമാർ പരസ്പരം അഭിസംബോധന ചെയ്തിരുന്നത് കൊറിയൻ പേരുകൾ വിളിച്ചായിരുന്നു. ഇവരുടെ യഥാർത്ഥ പേര് നിഷിക, പ്രാചി, പഖി എന്നിങ്ങനെ 3 പെൺകുട്ടികളാണ്. 12, 14, 16 വയസ്സുള്ള കുട്ടികളാണ്. കഴിഞ്ഞ കുറേ നാളുകളായി ഇവർ പരസ്പരം വിളിച്ചിരുന്നത് കൊറിയൻ പേരുകളാണ്. അതുകൊണ്ട് തന്നെ ഈ കൊറിയൻ ഗെയിം അതിൽ ഇവർ ആകൃഷ്ടരായിരുന്നു എന്ന വിവരം. മാത്രമല്ല, മാതാപിതാക്കളുടെ ഭാഗത്തു നിന്ന്, രക്ഷിതാക്കളുടെ ഭാഗത്തു നിന്ന് വരുന്നൊരു വിശദീകരണം ഇവരെ ഇതിൽ നിന്ന് വിലക്കിയിരുന്നു എന്നാണ്. സമീപകാലത്തായി ഗെയിം അമിതമായി ഉപയോഗിച്ച് തുടങ്ങിയപ്പോൾ തന്നെ ഇവരുടെ ഫോൺ ഉപയോഗം കാര്യമായി നിയന്ത്രിച്ചിരുന്നു എന്ന കാര്യം രക്ഷിതാക്കൾ പറയുന്നുണ്ട്. കോവിഡിന് ശേഷം ഇവർ സ്കൂളിൽ പോകുന്ന ഒരു രീതി അത് വളരെ കുറവായിരുന്നു എന്നതാണ്. അതുകൊണ്ട് തന്നെ ഈ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട്, സ്കൂളുമായി ബന്ധപ്പെട്ട് ഇവർക്ക് കൂടുതൽ ഒരു ജീവിത സാഹചര്യം ഉണ്ടായിരുന്നില്ല. കൂടുതൽ സമയം വീട്ടിലുണ്ടായിരുന്നു എന്ന വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. പക്ഷേ നമുക്കറിയാം, രാജ്യത്ത് ഏതാണ്ട് 250-ലധികം ഇങ്ങനെയുള്ള ഓൺലൈൻ ഗെയിമുകൾ നേരത്തെ നിരോധിച്ചിരുന്നു. കുട്ടികൾ വലിയ തോതിൽ ഇതിന് അടിപ്പെടുന്നു എന്നതിൻ്റെ കണ്ടെത്തലിൻ്റെ അടിസ്ഥാനത്തിലാണ് കേന്ദ്ര സർക്കാർ. വിനോദ്, അത് തന്നെയാണ് ഇപ്പോൾ ബ്ലൂ വെയിൽ വിനോദ് ആദ്യം സൂചിപ്പിച്ചുകൊണ്ട് തന്നെ 2015 ആ ബ്ലൂ വെയിൽ ചലഞ്ച്, അതിനുശേഷം മോമോ ചലഞ്ച് എന്ന് പറഞ്ഞാൽ 2018 പിന്നീട് ഈ PUBG ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് പിന്നെ സൂചിപ്പിച്ചതുപോലെ തന്നെ പല ഇതുപോലുള്ള അഡിക്ഷൻ ഗെയിംസും കേന്ദ്ര സർക്കാർ പിൻവലിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഗെയിം അങ്ങനെ നിരോധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ട്. ഇതും ഏകദേശം ഇതുപോലെ ഒരു 50 ടാസ്ക്, ബ്ലൂ വെയിലൊക്കെ കണ്ടതുപോലെ ഒരു 50 ടാസ്ക് പൂർത്തീകരിക്കുക, അതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുക എന്നുള്ള ഗെയിമാണ്. ഈ ഗെയിം ഇവർക്ക് എങ്ങനെ കിട്ടി എന്നുള്ളത് ഒന്നാമത്തെ ചോദ്യമാണ്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള അന്വേഷണങ്ങൾ നടക്കണം. പോലീസിന്റെ ഭാഗത്തു നിന്ന് നിലവിൽ എന്താണ് കിട്ടുന്നത് വിവരങ്ങൾ? പോലീസ് കാര്യമായി പരിശോധന നടത്തുന്നുണ്ട്. ഈ ഗെയിമുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് പരിശോധിക്കുന്നത്. മാത്രമല്ല, കേരളത്തിൽ നിന്നും നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇത്തരത്തിൽ ഈ കൊറിയൻ കണക്ഷനുമായി ബന്ധപ്പെട്ടൊരു ആത്മഹത്യ നടന്നിരുന്നു. അവിടെയും പെൺകുട്ടി ഈ പാറക്കോറയിലെ കുളത്തിൽ ചാടി മരിക്കുന്നത് കൊറിയൻ യുവാവ്, താനുമായി സൗഹൃദത്തിലായിരുന്ന കൊറിയൻ യുവാവ് മരിച്ചു എന്ന വിവരം കിട്ടുകയും അതിൻ്റെ വേദനയിൽ മരിച്ചു എന്ന കാര്യമാണ് ആ കുട്ടി പിന്നീട് ആ കുട്ടിയുടെ കത്തുകളും മറ്റു കാര്യങ്ങളുമൊക്കെ പരിശോധിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞത്. പോലീസ് ആ പരിശോധന നടത്തുന്നുണ്ട്. അതും ഒരു വ്യാജമായ സന്ദേശങ്ങളായിരുന്നു കുട്ടിക്ക് ലഭിച്ചതെന്ന സൂചനകളാണ് പുറത്തു വന്നത്. അതായത് കുട്ടികളെ ഇങ്ങനെ വലയിലാക്കുന്ന സംഭവം അതിദാരുണമായ സംഭവമാണ്. 3 സഹോദരിമാരാണ് ആത്മഹത്യ ചെയ്തിരിക്കുന്നത് ഈ ഓൺലൈൻ ഗെയിമുമായി ബന്ധപ്പെട്ടുള്ള അഡിക്ഷൻ എന്നാണ് വിശദാംശങ്ങൾ. പോലീസ് അന്വേഷണം തുടരുകയാണ്. വിനോദാണ് വിശദാംശങ്ങൾ നൽകിയത്.